ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒമാന് മുന്നേറ്റം. സുവൈക്കിൽ അനധികൃത ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രം പൂട്ടിച്ച് CPA. ഒമാനിൽ തീരദേശ മരുഭൂമി മേഖലകളിൽ കടുത്ത ചൂടിന് സാധ്യത. ഇസ്കിയിൽ അഭ്യാസ പ്രകടനത്തിനിടെ കാറിന് തീപിടിച്ചു. സ്വദേശി പൗരൻ അറസ്റ്റിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ലോകരാജ്യങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണ മികവ് വിലയിരുത്തുന്ന 2026 ആഗോള പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഒമാൻ സുൽത്താനേറ്റിന് വൻ മുന്നേറ്റം. ആകെ 180 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഗോള റാങ്കിങ്ങിൽ 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഒമാൻ 49ാം സ്ഥാനം സ്വന്തമാക്കിയതായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. 2024 സൂചികയിൽ 55ാം സ്ഥാനത്തായിരുന്നു ഒമാൻ. കൃത്യമായ പരിസ്ഥിതി നയങ്ങളിലൂടെയാണ് മുന്നേറിയത്. ആഗോളതലത്തിലെ മികച്ച പ്രകടനത്തിന് പുറമെ പ്രാദേശിക റാങ്കിങ്ങിലും സുൽത്താനേറ്റ് മികച്ച നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ 3ാമതും അറബ് ലോകത്തും GCC രാജ്യങ്ങൾക്കിടയിലും 2ാം സ്ഥാനവും ഒമാൻ ഉറപ്പിച്ചു. ഒമാനിലെ സുവൈക്കിൽ ലൈസൻസ് ഇല്ലാതെയും ആരോഗ്യ സാങ്കേതിക മാനദണ്ഡങ്ങൾ ലംഘിച്ചും പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പൂട്ടിച്ചു. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവിടെ വീട്ടുപകരണങ്ങൾ നിർമ്മിച്ചിരുന്നതെന്ന് അധികൃതർ കണ്ടെത്തി. പരിശോധനയിൽ ഏകദേശം 3000 കിലോ കേടുവന്ന തടികളും പഴയ സ്പോഞ്ചുകളും പിടിച്ചെടുത്തു. കൂടാതെ വിപണിയിൽ വിൽക്കാൻ തയ്യാറാക്കിയിരുന്ന 50ഓളം ഫർണിച്ചറുകളും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. ഒമാനിൽ വരും ദിവസങ്ങളിലും കടുത്ത വേനൽ ചൂട് തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച പുലർച്ചെ മസ്കത്ത് ഗവർണറേറ്റ് സ്റ്റേഷൻ 41 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും മരുഭൂമി മേഖലകളിലും താപനില ഗണ്യമായി ഉയരുമെന്നും പരമാവധി ചൂട് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്താൻ സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഉച്ച സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കാനും ആവശ്യത്തിന് മുൻകരുതലുകൾ സ്വീകരിക്കാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിലെ ഇസ്കിയിൽ വാഹനത്തിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സാമൂഹിക ചടങ്ങിനിടെ നടത്തിയ അഭ്യാസ പ്രകടനത്തിനിടെ നിയന്ത്രണം വിട്ട വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നുവെന്ന് ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിക്കെതിരായ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആരോപി അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.